ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നല്ലപോലെ ദിക്റും സലാത്തും ചൊല്ലിയാണ് ട്രെയിനിൽ ഇങ്ങനെ മുണ്ടാപ്രാണികളമായി ഇരിക്കുന്ന വായിനെ പിടിച്ചാണ്ട് ഇൻചേടെ ഏൽപ്പിച്ചാണ്ട് വിടാൻ പോകട്ടെ. ഓനാണെങ്കിൽ ഈ പുതിയാപ്പിളാരൊക്കെ നിന്നമാതിരി നല്ലോണം നിന്നിട്ടുണ്ട് ഇൻചേടെ ചെയ്യാൻ. ഇനി ഓനെ കലയാക്കാൻ വേണ്ടിയല്ല, ശരിക്കും ഇൻചേടെ ചെയ്താൽ നല്ല ലുക്ക് ഉണ്ടാവും അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഓൻ്റെ പാണ്ട് ഇൻചേടെ ചെയ്താണ്ടാണ് നിൽക്കുക വിചാരിച്ചിട്ട് അതിന്റെ കറങ്ങണ ബെൽറ്റൊക്കെ ഓനോട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇവന്റെ ഫോണത്തെ വാൾപേപ്പറിൽ വെച്ച ഫോട്ടോ ഓന്റെ ശരിക്കത്തെ മോന്തി ഒന്നായിട്ട് ഇങ്ങോട്ട് കണ്ടിട്ട് ഈ മുൾമ്പൊടിന്റെ വക്കറ്റിൽ കൈ മുക്കിയാണ് ചെള്ളൊക്കെ ഒന്നാണ് കൊടുത്തിട്ട് ട്രെയിനിൽ നിന്ന് പുറത്തൊക്കെ ചവിട്ടിടാൻ തോന്നുന്നത്. അപ്പോഴാണ് ഞാൻ ഓന്റെ കൈമിലുള്ള VR എന്ന് കാണുന്നത് കേട്ടോ. V എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഓൻ പറഞ്ഞത് വൈശാഖ്, അത് ഓന്റെ പേരാണല്ലോ. R എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഓൻ പറഞ്ഞത് അത് രശ്മിക, ഓൻ കെട്ടാൻ പോണ പെണ്ണാണല്ലോ. അങ്ങനെ ഞാൻ ഓന്റെ ഫോൺ തുറപ്പിച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ ഓന്റെ കുട്ടീന്റെ പേര് എന്തെങ്കിലും ക്രിഞ്ച് പേരാണോ സേവ് ചെയ്ത് ചെയ്ത് നോക്കാൻ. അപ്പോൾ വിചാരിച്ച മാതിരി എനിക്ക് കിട്ടും ചെയ്തിട്ടാ. രശ്മികന്റെ R, പിന്നെ അതൊരു ജാന്, പിന്നെ ലവ് ചിഹ്നം, പിന്നെ ഉമ്മ, പിന്നെ 2 മോത്ത് ലവ് ചിഹ്നം ഉള്ളത്, പിന്നെ അത് ലവ് യുന്റെ സ്പെല്ലിംഗ് അറിയാത്ത ഈ മൊയന്താണല്ലോ സ്നേഹിക്കാൻ നിൽക്കണേ. ലവ് യു എരപ്പ ജാതിയെ. പിന്നെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു മൊയന്തിന് ആകെ 17 വയസ്സുള്ളൂ. ഓൻ കെട്ടാൻ പോണ പെണ്ണിന് 14 വയസ്സുള്ളൂ. ഇവന്റെ നാട് മധ്യപ്രദേശാണല്ലോ. അപ്പൊ ഞാനും അവനോട് പറഞ്ഞേ, എന്റെ മുത്തേ, അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവൂലേ. അപ്പോഴാണ് ഓൻ പറഞ്ഞത് ഓന്റെ വാപ്പിയും വല്യാപ്പിന്റെ വല്യാപ്പി എല്ലാവരും 12, 10, 9, 7 വയസ്സുള്ളവരൊക്കെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ഞാൻ നേരെ ഓന്റെ വാപ്പക്ക് വാപ്പനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 17 വയസ്സിൽ ഈ 14 വയസ്സിലും പെണ്ണിനും ചെക്കനും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓന്റെ വാപ്പനോട് എന്നാ പോയി കൊടുത്തോന്നു. പിന്നെ ഞാനും ആലോചിച്ചു, വെറുതെ എന്തിനാണ് ഞാൻ കേസൊക്കെ കൊടുക്കാൻ പോണത്, നല്ലപോലെ ഇപ്പൊ ജീവിച്ച് പോകുന്നുണ്ട്, വെറുതെ മധ്യപ്രദേശ് പോയിട്ട് വള്ളി പിടിക്കണോ.